എസ്എഫ്ഐയുടെ വിമർശനങ്ങൾക്ക് മറുപടിയുമായി എംഎസ്എഫ്. സിപിഎമ്മിനകത്തെ ഇടത് ഹിന്ദുത്വ ചിന്തയാണ് എംഎസ്എഫിനെതിരായ എസ്എഫ്ഐ വിമർശനമെന്ന് എംഎസ്എഫ് സംസ്ഥാന പ്രസിഡന്റ് പി.കെ. നവാസ്. ഹിന്ദു ഐക്യവേദി നേതാവ് മാത്രമാണ് എസ്എഫ്ഐ പ്രസ്താവനയെ പിന്തുണച്ചതെന്നും പി.കെ. നവാസ് പറഞ്ഞു. എസ്എഫ്ഐ സംസ്ഥാന സെക്രട്ടറി ശശികലയ്ക്ക് പഠിക്കരുതെന്ന് കെഎസ്യു സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യറും പറഞ്ഞു. ഫേസ്ബുക്ക് പോസ്റ്റിലാണ് അലോഷ്യസ് സേവ്യറിന്റെ പ്രതികരണം. എസ്എഫ്ഐ സംസ്ഥാന സെക്രട്ടറി പി.എസ്. സഞ്ജീവിന്റെയും മുൻ സെക്രട്ടറി പി.എം. മാർഷോയുടെയും വിമർശനങ്ങൾക്കാണ് എംഎസ്എഫ് കെഎസ്യു നേതൃത്വത്തിന്റെ മറുപടി. സിപിഎം നേതൃത്വം ലീഗിനെ വർഗീയ പാർട്ടി എന്ന് പറയില്ലെന്നും സിപിഎമ്മിനകത്ത് രൂപപ്പെട്ട ഇടത് ഹിന്ദുത്വ ചിന്തയാണ് എസ്എഫ്ഐ നേതാക്കളുടെ പരാമർശമെന്നും എംഎസ്എഫ് സംസ്ഥാന അധ്യക്ഷൻ പി.കെ. നവാസ് പറഞ്ഞു. എസ്എഫ്ഐ എന്ന് പറയുന്ന കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനയുടെ ഒരു സ്റ്റേറ്റ്മെന്റിനെ 24 മണിക്കൂർ കഴിഞ്ഞിട്ടും പിന്തുണയ്ക്കാൻ കഴിയാത്ത രാഷ്ട്രീയ പ്രതിസന്ധി സിപിഎമ്മിനുണ്ടാവുകയും എന്നാൽ മിനിറ്റുകൾക്കകം പിന്തുണയ്ക്കാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യം ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് ശശികലയ്ക്ക് ഉണ്ടാവുകയും ചെയ്യുന്നതിനിടയിലെ മാറ്റം എന്താണ്? ഞങ്ങൾക്കാണോ മാറ്റമുണ്ടായത്? എസ്എഫ്ഐക്കാണോ മാറ്റമുണ്ടായത്? പരിശോധിക്കപ്പെടേണ്ട ഒന്നാണ്. യൂണിവേഴ്സിറ്റി യൂണിയൻ, സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിൽ എസ്എഫ്ഐക്ക് തിരിച്ചടി നേരിട്ടു. തുടർച്ചയായി നേരിടുന്ന പരാജയമുണ്ടാക്കിയ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാനാണ് എസ്എഫ്ഐ വർഗീയതയെ കൂട്ടുപിടിക്കുന്നതെന്നും പി.കെ. നവാസ് വിശദീകരിച്ചു. ചെങ്കോട്ടകൾ മുഴുവൻ വിള്ളൽ വീഴുകയും ഞങ്ങൾ കടന്നാക്രമണം നടത്തുകയും ജനാധിപത്യ കടന്നാക്രമത്തിൽ എസ്എഫ്ഐയുടെ കാലങ്ങളായി കൊണ്ടു നടന്ന കോട്ടകൾ തകർന്നു വീഴുന്നു എന്ന് ബോധ്യമുണ്ടായപ്പോഴാണ് ഇനി ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ വർഗീയതയെ കൂട്ടുപിടിക്കണം എന്ന് എസ്എഫ്ഐ തീരുമാനിച്ചു. എസ്എഫ്ഐ സംസ്ഥാന സെക്രട്ടറി ഹിന്ദു ഐക്യവേദി നേതാവ് ശശികലയ്ക്ക് പഠിക്കരുതെന്ന് കെഎസ്യു സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യറും പ്രതികരിച്ചു. ഫേസ്ബുക്ക് പോസ്റ്റിലായിരുന്നു അലോഷ്യസിന്റെ പ്രതികരണം. കഴിഞ്ഞ ദിവസം പാലക്കാട് നടന്ന പൊതുയോഗത്തിലാണ് എംഎസ്എഫ് കേരളം കണ്ട ഏറ്റവും വലിയ വർഗീയ സംഘടനയാണെന്ന് എസ്എഫ്ഐ സംസ്ഥാന സെക്രട്ടറി പി.എസ്. സഞ്ജീവ് ആരോപിച്ചത്. ആരോപണത്തെ മുൻ സംസ്ഥാന സെക്രട്ടറി പി.എം. മാർഷോയും പിന്തുണച്ചു. എസ്എഫ്ഐ നേതാക്കളുടെ പരാമർശങ്ങളെ പിന്തുണച്ച് ഹിന്ദു ഐക്യവേദി നേതാവ് കെ.പി. ശശികലയും രംഗത്തെത്തി. തന്റെ പരാമർശം സുവർണാവസരമായി കാണേണ്ടെന്നും ഹിന്ദുത്വ വർഗീയതയാണ് ഒന്നാമത്തെ ശത്രുവെന്നും ശശികലയ്ക്ക് മറുപടിയായി പി.എസ്. സഞ്ജീവ് പിന്നീട് വിശദീകരിച്ചു. മീഡിയ 1 കോഴിക്കോട്.